മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിൽ അടയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ചോദ്യം. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ബി.ജെ.പിയെ എതിർക്കുന്ന 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. പക്ഷേ പിണറായി വിജയന് ഒന്നും സംഭവിക്കുന്നില്ല. ഒരാൾ ബി.ജെ.പിയെ ആക്രമിച്ചാൽ 24 മണിക്കൂറിനകം തിരിച്ചാക്രമിക്കുന്നതാണ് അവരുടെ ശൈലി. വിമർശനവും എതിർപ്പും സത്യസന്ധമായാൽ മാത്രമേ ബി.ജെ.പി പിന്നാലെ വന്ന് ആക്രമിക്കൂവെന്നാണ് രാഹുൽ തുറന്നടിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രി 24 മണിക്കൂറും തന്നെ ആക്രമിക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. അദാനിക്കെതിരെ പ്രസംഗിച്ചതിന് പിന്നാലെ തന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. താൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പോലും പുറത്താക്കി. ഇന്ത്യ മുഴുവൻ തനിക്ക് വീടുണ്ടെന്നും മോശപ്പെട്ട വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ സന്തോഷമേയുള്ളൂവെന്നും രാഹുൽ മിതഭാവത്തോടെ പറഞ്ഞു. ബി.ജെ.പിക്കും RSSനുമെതിരെ ശക്തിയുക്തം പോരാടുന്ന ഒരാളാണ് ഞാൻ. അവർ എന്നെ എന്തൊക്കെ ചെയ്താലും ഓരോ ദിവസവും ഞാൻ ആ പോരാട്ടം തുടരും. ആശയപരമായി എനിക്ക് അവരോട് കടുത്ത ഭിന്നതയുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും ഉറക്കമുണരുമ്പോൾ അവരെ എങ്ങനെ അസ്വസ്ഥപ്പെടുത്താമെന്നാണ് എന്റെ ചിന്ത. ഞാൻ പാർലമെന്റിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള ബി.ജെ.പിക്കാർ പറയുന്നത് ഈ മനുഷ്യൻ 24 മണിക്കൂറും ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. ഇങ്ങനെ അവർക്കെതിരെ പോരാടുമ്പോൾ ഞാൻ അതിനു വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അവരുടെ മാധ്യമങ്ങളും ചാനലുകളും എന്നെ 24 മണിക്കൂറും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം മുഴുവൻ എന്റെ പ്രതിച്ഛായ അവർ നശിപ്പിക്കുന്നു. എന്റെ ലോക്സഭാംഗത്വം അവർ എടുത്തു കളഞ്ഞു. ഞാൻ അദാനിക്കെതിരെ ഒരു പ്രസംഗം നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ലോക്സഭയിൽ നിന്നും എന്നെ പുറത്താക്കിയത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ബി.ജെ.പിയെ എതിർക്കുന്ന എനിക്ക് സംഭവിക്കുന്ന ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സംഭവിക്കാത്തത്? ഞാൻ 24 മണിക്കൂറും ബി.ജെ.പിയെ വിമർശിക്കുന്ന ആളാണ്. അപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി 24 മണിക്കൂറും എന്നെ വിമർശിക്കുന്നു. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ബി.ജെ.പിക്കെതിരെ ആശയപരമായ പോരാട്ടത്തിലാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ബി.ജെ.പിയെ ആക്രമിച്ചാൽ അവർ കയ്യിലുള്ളതെല്ലാം വെച്ച് തിരികെ ആക്രമിക്കും. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല. ഇവിടെ അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളില്ലേ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. അതേസമയം കഴിഞ്ഞ ദിവസം മോദിയെ കടന്നാക്രമിച്ച് രാഹുൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ അടിത്തറ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാജ്യത്തിന്റെ അടിത്തറ ഭരണഘടനയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളും രാജ്യത്തിന്റെ അടിത്തറയാണ്. പ്രധാനമന്ത്രിയും RSSും ഭരണഘടനയെ ആക്രമിക്കുകയാണ്, തകർക്കാൻ നോക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ എന്താണെന്ന് ഒരു ധാരണയുമില്ലെന്നും രാഹുൽ ഗാന്ധി വെട്ടിത്തുറന്നു പറഞ്ഞു. ഒന്നിനു പിറകെ ഒന്നായി നാടകങ്ങൾ നടത്തുകയാണ് മോദി. ഇടയ്ക്ക് പുഴയിൽ കുളിക്കും, ഇടയ്ക്ക് സമുദ്രത്തിൽ ഇറങ്ങും. അങ്ങനെ എന്തൊക്കെയോ ആണ് മോദി ചെയ്യുന്നതെന്നും രാഹുൽ വിമർശിച്ചു. മോദി എന്തു പറഞ്ഞാലും ഇവിടുത്തെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തും. ഇന്ത്യയിലെ പ്രധാന വിഷയങ്ങളെ മാധ്യമങ്ങൾ കാണില്ല. തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ മിണ്ടുന്നില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയുണ്ടായി. നീതിരാഹിത്യം നിലനിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും രാഹുൽ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മോദിക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ തുറന്നുവിടുകയാണ് രാഹുൽ. അങ്ങനെയെങ്കിലും ഇത്തവണ ജനങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നണേ എന്നാണ് രാഹുലിന്റെ പ്രാർത്ഥന.